കയ്യിൽ കുറച്ച് റവയും അതേപോലെ തന്നെ പാലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഒരുപാട് പാടൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വൈകുന്നേരം കുട്ടീസിനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ പെട്ടെന്ന് സ്നാക്സ് ഒക്കെ വേണമെന്ന് തോന്നുമ്പോൾ ഓടിപ്പോയി റെഡിയാക്കി എടുക്കാവുന്ന അത്രയ്ക്ക് സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ദാ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിക്ക് മെയിനായിട്ട് വേണ്ടത് റവ തന്നെയാണ്. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് റവയാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ വറുക്കാത്ത റവയാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഇതാ ഒരു 1/4 കപ്പ് പാല് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എത്രത്തോളം റവ എടുക്കുന്നോ അതിനെ ബേസ് ചെയ്തിരിക്കും പാല് ചേർക്കുന്നത്. പാലും തിളപ്പിച്ചതൊന്നുമല്ല കേട്ടോ, സാധാരണ കവർ പാല് തന്നെയാണ്. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ റവയൊക്കെ ആണെങ്കിലും ഇതേപോലെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം, അത് മതിയാവും. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാവേ. ആ സമയം കൊണ്ട് റവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആ പാലുമായിട്ട് ശരിക്കും ഒന്ന് യോജിച്ച് വരും. അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ റവയൊക്കെ ആണെങ്കിലും പാലുമായിട്ട് നന്നായിട്ട് യോജിച്ച് ശരിക്കും ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ സമയം ഇതേപോലെ കയ്യിൽ കുറച്ച് കുറച്ച് എടുത്ത് കുട്ടി കുട്ടി ബോൾസ് പോലെ നമ്മളൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഓയിലിട്ട് ഒന്നും കൂടി പതുക്കെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലാണ് റവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടി വെന്ത് ശരിക്കും വരുള്ളൂ. വേറെ നമ്മൾ വഴറ്റിയെടുക്കുന്നൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതേപോലെ കുട്ടി കുട്ടി ബോൾസ് ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് വലുതൊന്നും വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ളൊക്കെ വെന്ത് വരാനായിട്ട് കുറച്ച് താമസം പിടിക്കും. എല്ലാം ഒരേ വലുപ്പത്തിൽ നമ്മളൊന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഇതേപോലെ 2 വശം ഒന്നും കൂടെ മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പുറത്ത് ആ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്നും കൂടെ മൊരിഞ്ഞ് വന്നാൽ മാത്രം മതിയാവും. കണ്ടതാ അടിപൊളിയായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കോരിയെടുത്ത് മാറ്റി വെക്കാവേ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലഡുവിന് വേണ്ടിയിട്ടുള്ള റവയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. വേറെ നമ്മൾ പാലൊന്നും ചേർത്ത് അങ്ങനെ വഴറ്റിയൊന്നും എടുക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇതേപോലെ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ചെറു ചൂടോട് കൂടി തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതേപോലെ ശരിക്കും ഒന്നും കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ചൂടാറി തണുത്ത് പോകാനൊന്നും നിൽക്കരുതേ. ആ വലിയ ചൂടൊന്ന് ആറണം, അത്രമാത്രം മതിയാവും. പൊടിച്ചെടുത്തത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് മധുരത്തിനായിട്ട് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചാണ് ചേർക്കുന്നത്. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. നല്ല ടേസ്റ്റിന് വേണ്ടി കുറച്ച് കാഷ്നട്ട് നെയ്യിൽ ഒന്നും കൂടി ഫ്രൈ ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ഏലക്കപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. നല്ല ചൂടോടുകൂടി തന്നെ പഞ്ചസാരയൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ പാലോ വെള്ളമോ ഒന്നും തന്നെ ചേർക്കരുത് കേട്ടോ. ആ ചൂടോടുകൂടി തന്നെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ ബോൾസും പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു കപ്പ് റവയെന്നും അതേപോലെ തന്നെ പാലും പഞ്ചസാരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു പ്ലേറ്റ് നിറയെ ലഡു നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കണ്ടോ, എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഓടിപ്പോയി റെഡിയാക്കി എടുക്കാവുന്ന അത്ര സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ലഡു ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.